നമസ്കാരം. ഹായ് എവരി വൺ. മായാസ് ടീച്ചിങ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ട്രിഗണോമെട്രിയുടെ പാർട്ട് 2 ആണ് ഞാൻ എടുക്കുന്നത്. പാർട്ട് 1 30, 60, 90, 45, 45, 90 വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഞാൻ ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ പ്രോബ്ലംസ് അല്ല, അതിൻ്റെ തിയറംസ് ഒക്കെ ഞാൻ പറഞ്ഞു തന്നു. അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യിപ്പിച്ചില്ല. അപ്പോൾ ഇത് നമുക്ക് ഈ 30, 60, 90, 45, 45, 90 എക്സാമിന് എങ്ങനെ വരും, എക്സാമിന് ഏതൊക്കെ ടൈപ്പിലായിരിക്കും ആ ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഈ സെക്ഷനിൽ നിന്നുള്ള ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈ സെക്ഷനിൽ നിന്ന് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ 30, 60, 90 ആണ് ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ റേഷ്യോ എങ്കിൽ എന്തായിരിക്കും? 1:√3:2 ആണ് സൈഡ്സിന്റെ റേഷ്യോ. അതുപോലെ അടുത്ത ട്രയാങ്കിളിന്റെ ആംഗിൾസിന്റെ റേഷ്യോ 45:45:90 ആണെങ്കിൽ 1:1:√2 ആയിരിക്കും അവരുടെ സൈഡ്സിന്റെ റിലേഷൻ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഇത് നമ്മൾ പാർട്ട് 1 ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്. നമുക്ക് ഇനി ഇതിന്റെ മോഡൽ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ വരും നോക്കാം. അപ്പൊ ആദ്യം നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ളത് പാരലോഗ്രാമിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ്. ഈ തിയറം യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ പാരലോഗ്രാമിന്റെ ഏരിയ കണ്ടുപിടിക്കാം. അപ്പൊ പാരലോഗ്രാമിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എല്ലാവരും പഠിക്കും. സാമാന്തരികത്തിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ബേസ് ഇൻടു ഹൈറ്റ്. സോ പാരലോഗ്രാമിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ? BH. അപ്പൊ നമുക്കൊരു പാരലോഗ്രാം പരിചയപ്പെടാം. അപ്പോ ABCD എന്ന് പറയുന്ന ഒരു പാരലോഗ്രാമിന്റെ 2 അഡ്ജസന്റ് സൈഡ് 4 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ ആംഗിൾ 30 ഡിഗ്രി ആണെങ്കിൽ ഫൈൻഡ് ഏരിയ എന്ന് ചോദിക്കാം. ഫൈൻഡ് ഏരിയ അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം. അതേപോലെ തന്നെ ഒരു പാരലോഗ്രാം ABCD എങ്കിൽ അഡ്ജസന്റ് സൈഡ് 4ഉം 2ഉം ആണെങ്കിൽ അതിനിടയിലുള്ള ആംഗിൾ 60 ആണെങ്കിൽ എന്തായിരിക്കും ഏരിയ? ഇങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ ഇതേപോലെ ഒരു പാരലോഗ്രാം ABCD സൈഡ്സ് 4, 2 ആണെങ്കിൽ ആംഗിൾസ് 45 ആണെങ്കിൽ ഫൈൻഡ് ഏരിയ. അപ്പോൾ പാരലോഗ്രാമിന് ബേസ് ചെയ്ത് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഈ റേഷ്യോ വെച്ച് ചോദിക്കാനുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം, അല്ലെ? അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. 30 ഡിഗ്രി BH ആണ് പാരലോഗ്രാമിന്റെ ഏരിയ. ബേസ് ഇൻടു ഹൈറ്റ്. ബേസ് 4, ഹൈറ്റ് ഇല്ല. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കണം. ഇതാണ് നമ്മുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 30 ഡിഗ്രി ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതി. അപ്പൊ ഇത് 90 ഡിഗ്രി ആണ്. ഇത് എത്രയായിരിക്കും? 30, 60 ആയിരിക്കും, അല്ലെ? 30, 60, 90 ആണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന സൈഡ് ഏതെങ്കിലും ഒരു സൈഡ് തന്നിട്ടുണ്ടാവും. ഈ 90യുടെ ഓപ്പോസിറ്റിലേക്ക് നോക്കൂ. എത്രയാണ് തന്നിരിക്കുന്നത്? 2 സെന്റിമീറ്റർ ആണ്. 90യുടെ ഓപ്പോസിറ്റ് എന്താ? 2 ആണ്. 90യുടെ ഓപ്പോസിറ്റ് 2 ആണെങ്കിൽ 30യുടെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? 1 ആയിരിക്കും, അല്ലെ? 30യുടെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? 1. അപ്പൊ ഈ 30യുടെ ഓപ്പോസിറ്റ് ഉള്ള ഈ സൈഡ് കിട്ടി നമുക്ക് 1. അങ്ങനെയെങ്കിൽ ഹൈറ്റ് കിട്ടിയില്ലേ? ഹൈറ്റ് കിട്ടിയില്ലേ? ഏരിയ എന്താ? ബേസ് ഇൻടു ഹൈറ്റ് അല്ലേ? ബേസ് 4, ഹൈറ്റ് 1. സോ 4 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത്. നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അവിടെ ബേസ് തന്നിട്ടുണ്ട് 4 ആണ്, അല്ലെ? ഹൈറ്റ് അറിയില്ല. അപ്പൊ നമ്മൾ അവിടെയും എന്ത് ചെയ്യാ? ഹൈറ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് ഹൈറ്റ് മാർക്ക് ചെയ്യൂ. ഇത് 60 ആണ്, ഇത് 30 ആണ്, ഇത് 90 ആണ്. നമുക്ക് തന്നിരിക്കുന്നത് ഇവിടെയും 90യുടെ ഓപ്പോസിറ്റ് എത്രയാണ്? 2 ആണ് തന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ 30യുടെ ഓപ്പോസിറ്റ് ഇവിടെയും എന്ത് തന്നെ? 30യുടെ ഓപ്പോസിറ്റ് ഇവിടെ എന്താ? 1. 30യുടെ ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ 60യുടെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? √3 ആയിരിക്കും. സോ അവിടെ ഹൈറ്റ് എത്ര കിട്ടി? 4 ഇൻറ്റു ഹൈറ്റ് എത്ര കിട്ടി? √3. സോ 4√3 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇവിടെ ബേസ് 4 തന്നെയാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാ? പെർപെൻഡിക്കുലർ മാർക്ക് ചെയ്യുക. പെർപെൻഡിക്കുലർ മാർക്ക് ചെയ്യുക. ഇത് 45 ആണെങ്കിൽ ഇത് 90 ആണെങ്കിൽ ഇതും എന്തായിരിക്കും? 45. അപ്പോ 90യുടെ ഓപ്പോസിറ്റ് 2 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 90യുടെ ഓപ്പോസിറ്റ് എന്താ തന്നിരിക്കുന്നത്? 2. റേഷ്യോ 1:1:√2 ആണ്. നമുക്ക് ഈ സൈഡ് തന്നാൽ അല്ലെങ്കിൽ ഈ സൈഡ് തന്നാൽ ഇത് 45, അതും ഈക്വൽ ആണ്. ഇത് തന്നു കഴിഞ്ഞിട്ട് 90 ചോദിച്ചാൽ ഇതിനെ √2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. തിരിച്ചാണ് നിങ്ങളോട് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത്. നിങ്ങൾ ഡിവൈഡ് ചെയ്യണം. 90യുടെ ഓപ്പോസിറ്റ് നിങ്ങൾക്ക് എന്താണോ തന്നിരിക്കുന്നത് √2 ആണെങ്കിൽ നമുക്ക് ഇതിലേക്ക് 1 എങ്ങനെ നമ്മൾ എത്തുക? ഇതിനെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് 1 കിട്ടുന്നത്. അപ്പോൾ ഇങ്ങോട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? √2 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുക. √2 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുക. ഇങ്ങോട്ടാണെങ്കിൽ ഇൻറ്റു ചെയ്യുക, ഇങ്ങോട്ടാണെങ്കിൽ ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്കിവിടെ 90യുടെ ഓപ്പോസിറ്റ് ഉള്ളത് എത്ര തന്നിട്ടുണ്ട്? 2 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ടുള്ളത് കണ്ടുപിടിക്കണം. എന്ത് ചെയ്യാ? 2/√2 ചെയ്യാ. എന്താ 2/√2? 2 എന്ന് പറഞ്ഞാൽ എന്താ? √2 ഇൻറ്റു √2. ഈ √2 അതുപോലെ എഴുതാ. √2 കട്ട് ചെയ്ത് കളയാ. അപ്പൊ ഈ 45ന്റെ ഓപ്പോസിറ്റ് √2, ഈ 45ന്റെ ഓപ്പോസിറ്റ് എന്താ? √2. അപ്പൊ ഇവിടെയും √2, ഇവിടെയും √2. അപ്പൊ ഏരിയ എന്താ? ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് 4 സെന്റിമീറ്റർ ഇൻറ്റു ഹൈറ്റ് √2 സെന്റിമീറ്റർ. സോ 4√2 സെന്റിമീറ്റർ സ്ക്വയർ ആണ് അവിടെയും ആൻസർ. അപ്പൊ ഇങ്ങനെയാണ് പാരലോഗ്രാമിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക.
അപ്പോൾ 30-60-90 ആണെങ്കിൽ എങ്ങനെ, അതുപോലെ 45-45-90 ആണെങ്കിൽ എങ്ങനെ. അപ്പോൾ 90യുടെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് 2 തന്നിരിക്കുന്നതെങ്കിൽ 45യുടെ ഓപ്പോസിറ്റ് വേണമെങ്കിൽ നമ്മൾ √2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 90യുടെ ഓപ്പോസിറ്റുള്ള സൈഡ് തന്നു 2 ആണ് എങ്കിൽ 45ന്റെ ഓപ്പോസിറ്റ് ഉള്ളത് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ √2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 2/√2 എത്രയാ? √2 ആണ്. 3/√3 എത്രയാ? √3 ആണ്. ഇത് കഴിഞ്ഞാൽ എത്രയാ ആൻസർ? √2 ആണ്. റൂട്ട് ചേർക്കണം കേട്ടോ. 2/√2 എത്രയാ? √2 ആണ്. അങ്ങനെയെങ്കിൽ ഏരിയ എന്താ? 4√2 cm². അപ്പൊ ഇത്രയുമാണ് ഈ റേഷ്യോ വെച്ചിട്ട് നിങ്ങൾക്ക് പാരലോഗ്രാമിന് ചോദിക്കാൻ പറ്റുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ട്രയാങ്കിളിൽ എങ്ങനെയാണ് ഈ റേഷ്യോ അപ്ലൈ ചെയ്ത് ചോദിക്കുന്നത് നോക്കാം. അപ്പോൾ ട്രയാങ്കിളിൽ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ട്രയാങ്കിളും ഇതുപോലെ തന്നെ പല തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ നിങ്ങളോട് ചോദിക്കുന്നത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വിത്ത് സൈഡ് 5 cm. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ മലയാളത്തിലെ? സമഭുജ ത്രികോണം. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഒരു സൈഡ് 5 cm ആണ്, അല്ലെങ്കിൽ സമഭുജ ത്രികോണം. വശം എത്രയാ? 5 cm. ഏരിയ കണ്ടുപിടിക്കൂ. അങ്ങനെയായിരിക്കും ചോദിക്കുക. അപ്പൊ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത്, നിങ്ങൾ എന്ത് ചെയ്യുക? 5 cm മാർക്ക് ചെയ്യുക. 60 മാർക്ക് ചെയ്യുക. ഏരിയ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെ ഡിവിഷൻ ചെയ്യുക. ഇത് 5 cm ആയതുകൊണ്ട് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ സമഭുജ ത്രികോണത്തിന്റെ പ്രത്യേകത ഇത് 2.5 തന്നെ നമുക്ക് എഴുതാം. മറ്റു ട്രയാങ്കിൾക്ക് പറ്റില്ല. സമപാർശ്വ ത്രികോണം ഐസോസെൽസ്റ്റൻസ് അതുപോലെ ഇക്വലാറ്ററിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ എഴുതാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത്ര 2.5 കിട്ടി. ഇത് 60 ആണെങ്കിൽ ഇത് എത്രയാ? 30. ഇത് എത്രയാ? 90. 90യുടെ ഓപ്പോസിറ്റ് 5 ആണെങ്കിൽ 30യുടെ ഓപ്പോസിറ്റ് എന്തായിരുന്നു? അതിന്റെ പകുതി അല്ലേ. നമ്മൾ എന്താ എടുക്കുക? അതിന്റെ പകുതിയാണ് എടുക്കുക. ഇവിടെ പകുതി എനിക്ക് കിട്ടിയിട്ടുണ്ട്. എത്രയാ? 2.5. അങ്ങനെയെങ്കിൽ √60യുടെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? √2.5 അല്ലെ. സോറി, √3 × 2.5. മനസ്സിലായോ? അപ്പൊ ഇവിടെ നമ്മൾ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ ഹാഫ് BH, ഹാഫ് ഇൻറ്റു ബേസ് എത്ര? 5 ഇൻറ്റു ഹൈറ്റ് എത്ര കിട്ടി? √3 × 2.5. അപ്പൊ ഇത് ഇൻറ്റു ചെയ്ത് ഡിവിഷൻ ചെയ്യുക. ഇതാണ് ആൻസർ. അപ്പൊ എന്താ പറഞ്ഞത്? ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് 5 cm ആണ്. ഫൈൻഡ് ഏരിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന് പാർട്ടീഷൻ ചെയ്യുക. 2.5 ആണ്. 30-60-90 ആണ്. 90യുടെ ഓപ്പോസിറ്റ് 5 ആണെങ്കിൽ 30യുടെ ഓപ്പോസിറ്റ് ഹാഫ് എടുക്കുക. 2.5. 60യുടെ ഓപ്പോസിറ്റ് വേണമെങ്കിൽ ഈ കിട്ടിയ 30യുടെ ഓപ്പോസിറ്റ് ഉള്ളത് നമ്മൾ എന്ത് ചെയ്യുക? √3 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ √3 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ 2.5 × √3 കിട്ടി. അപ്പോൾ ആൻസർ എന്ത് വരെ? നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുക. അപ്പോൾ 12.5/2 × √3 എന്ന് കിട്ടും. ഇത് കട്ട് ചെയ്യാം. 6.25 √3 ആണ് ഇതിന്റെ ആൻസർ. അത്രയും cm². ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തൊരു ചോദ്യം ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? ഇവിടെ 45, ഇവിടെ 30. ഇനി നമുക്ക് ചോദിക്കാം, ഈ സൈഡ് തന്നിട്ടുണ്ടാവും. ഈ സൈഡ് 6 cm ആണെന്നിരിക്കട്ടെ. ഈ സൈഡ് തന്നിട്ടുണ്ടാവും. തരാതെയും ചോദിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിനെ പാർട്ടീഷൻ ചെയ്യുക. ഇത് 45 ആണെങ്കിൽ ഇത് 45. ഇത് എത്രയാ? 90. അതുപോലെ ഇത് 30 ആണെങ്കിൽ ഇത് എത്രയാ? 60. ഇത് എത്രയാ? 90. ആലോചിക്കുക. ഇക്വലാറ്ററൽ ട്രയാങ്കിളിൽ മാത്രമേ ഈക്വൽ പാർട്ടീഷൻ എടുക്കാവൂ. ഇവിടെ ഒരിക്കലും 3 എടുക്കരുത്. കാരണം ഇത് ഇക്വലാറ്ററലും അല്ല ഐസോസെൽസും അല്ല ഈ വലിയ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 3 എടുക്കാൻ പാടില്ല. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? 3 എടുക്കാൻ പാടില്ല. അപ്പോൾ ഇത് x ആണെങ്കിൽ ഇത് എന്തായിരിക്കും? 6 - x ആയിരിക്കും. ഈ 45ന്റെ ഓപ്പോസിറ്റ് x ആണെങ്കിൽ ഈ 45ന്റെ ഓപ്പോസിറ്റും എന്തായിരിക്കും? x ആയിരിക്കും. ഇനി ഈ 30-60-90 റേഷ്യോ നോക്കൂ. 60യുടെ ഓപ്പോസിറ്റ് എത്ര കിട്ടിയിരിക്കുന്നു? 6 - x കിട്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ 30യുടെ ഓപ്പോസിറ്റ് ഉള്ളത് എന്തായിരിക്കും? 30യുടെ ഓപ്പോസിറ്റ് ഉള്ളത് വേണമെങ്കിൽ ഇതിനെ എന്ത് ചെയ്യുക? √3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഈ കിട്ടിയതിനെ എന്ത് ചെയ്യുക? √3 കൊണ്ട് ഡിവൈഡ്. ഞാൻ പറഞ്ഞു ഇങ്ങോട്ടാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഡിവൈഡ് ചെയ്യണം. ഈ √3 കൊണ്ട് ഡിവൈഡ് ചെയ്താലേ നമുക്ക് 1 കിട്ടൂ. അപ്പോൾ 60യുടെ ഓപ്പോസിറ്റ് ഉള്ളത് തന്നിട്ടുണ്ട് എങ്കിൽ 30യുടെ ഓപ്പോസിറ്റ് ഉള്ളത് വേണമെങ്കിൽ √3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. തിരിച്ചാണെങ്കിൽ ഇൻറ്റു ചെയ്യുക, ഇങ്ങോട്ടാണെങ്കിൽ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഈ 60യുടെ ഓപ്പോസിറ്റ് ഉള്ളത് 6 - x ആണ്. അതിനെ √3 കൊണ്ട് എന്ത് ചെയ്തേക്കുക? ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 30യുടെ ഓപ്പോസിറ്റ് ഉള്ളത് കിട്ടും. അങ്ങനെയെങ്കിൽ ഒരേ ഹൈറ്റിൽ നമുക്ക് 2 മെഷർമെന്റ് കിട്ടി. ഒന്ന് x കിട്ടി, അടുത്തത് എന്താ? 6 - x/√3 കിട്ടി. നമുക്കറിയാം ഇത് രണ്ടും എന്താ? ഈക്വൽ ആണ്. √3 × x എന്താണ്? √3x = 6 - x. -x ഇവിടെ കൊണ്ടുവരിക. അപ്പോൾ എന്താവും? +x ആകും. ബാക്കി 6 അവിടെ തന്നെ ഉണ്ട്. ഇനി ഇത് രണ്ടിൽ നിന്ന് ഒരു x കോമൺ എടുക്കുക. ഇവിടെ 1 +
ഇവിടെ 1 കിട്ടും, ഇവിടെ ഉണ്ട് √3, 1 + √3. സോ x = ഇൻറ്റു ചെയ്തിരിക്കുന്ന ഇയാളെ ഇപ്പുറത്ത് കൊണ്ടുവന്ന് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അങ്ങനെയെങ്കിൽ x കിട്ടി എന്താ 6/1 + √3 കിട്ടി. ഇനി ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ? ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ½ BH. ത്രികോണത്തിന്റെ ഏരിയ കാണാനുള്ള പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ എന്താ? സമവാക്യം എന്താ? ½ BH. ½ × ബേസ് എത്ര? 6 ആണ്. ഹൈറ്റ് എത്ര കിട്ടി നമുക്ക്? 6/1 + √3 കിട്ടി. അങ്ങനെയെങ്കിൽ ആൻസർ ചെയ്യാം. കട്ട് ചെയ്യുക. 3 6 3 18. 18/1 + √3 cm² ആണ് ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോ ട്രയാങ്കിളിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഏരിയ കണ്ടുപിടിക്കാൻ ഇങ്ങനെ ചോദിക്കാം. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ ചെയ്യാം. അതുപോലെ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ല, ഐസോസെലസും അല്ല എങ്കിൽ ഇങ്ങനെയാണ് റേഷ്യോ തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? രണ്ടായിട്ട് പാർട്ടീഷൻ ചെയ്യാം. 45 45 90 കിട്ടും, 30 60 90 കിട്ടും. അതുപോലെ 45 ഇവിടെ മൊത്തം 6 ആണ് ആയതുകൊണ്ട് ഇതിനെ രണ്ടായിട്ട് പാർട്ടീഷൻ ചെയ്യാം. ഒന്ന് x, അടുത്തത് 6 - x ആയിട്ട് എടുക്കുക. ഇപ്പോൾ 4 ആണെങ്കിൽ x ഉം 4 - x ആയിട്ട് എടുക്കുക. 10 ആണെങ്കിൽ x ഉം 10 - x ആയിട്ട് എടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ 45ന്റെ ഓപ്പോസിറ്റ് x ആണെങ്കിൽ ഈ 45ന്റെ ഓപ്പോസിറ്റും x ആണെന്ന് ഓർമ്മിക്കുക. ഇനി ഇത് x ആണെങ്കിൽ ഇത് 30യുടെ ഓപ്പോസിറ്റ് ഉള്ളതാണ് x എങ്കിൽ 60യുടെ ഓപ്പോസിറ്റ് ഉള്ളത് വേണമെങ്കിൽ 60യുടെ ഓപ്പോസിറ്റ് ഉള്ളത് വേണമെങ്കിൽ എന്ത് ചെയ്യുക? സോറി 60യുടെ ഓപ്പോസിറ്റ് ഉള്ളത് 6 - x ആണെങ്കിൽ 30യുടെ ഓപ്പോസിറ്റ് ഉള്ളത് വേണമെങ്കിൽ എന്ത് ചെയ്യുക? √3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നിങ്ങൾ ആലോചിക്കുക, 30യുടെ ഓപ്പോസിറ്റ് ഉള്ളത് 1 ആണ് തന്നിരിക്കുന്നതെങ്കിൽ 60യുടെ ഓപ്പോസിറ്റ് ഉള്ളത് കണ്ടുപിടിക്കണമെങ്കിൽ √3 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇൻറ്റു ചെയ്യും. തിരിച്ചാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡിവിഷൻ ചെയ്യും. അപ്പോൾ 60യുടെ ഓപ്പോസിറ്റ് ഉള്ളത് തന്നിട്ട് 30യുടെ ഓപ്പോസിറ്റ് ഉള്ളത് വേണമെങ്കിൽ √3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 6 - x/√3 ചെയ്തു. അപ്പോൾ ഒരേ ലെങ്ത്തിന് തന്നെ രണ്ട് മെഷർമെന്റ് കിട്ടി. അപ്പോൾ രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇക്വേറ്റ് ചെയ്യുമ്പോൾ √3 × x √3x 6 - x അതേപോലെ -6 ഇവിടെ കൊണ്ടുവന്ന് എന്ത് ചെയ്യുക? +x ചെയ്യുക. രണ്ടിൽ നിന്നും കോമൺ ആയിട്ട് x പുറത്തെടുക്കുക. 1 + √3 കിട്ടും. ഇൻറ്റു 1 + √3 ആണ്. x നോട് കൂടി ഇൻറ്റു ചെയ്തിരിക്കുന്നു. ഇവിടെ കൊണ്ടുവന്ന് എന്ത് ചെയ്യുക? ഡിവിഷൻ ചെയ്യുക. സോ x കിട്ടി എത്രയാ? 6/1 + √3. അങ്ങനെയെങ്കിൽ നമ്മൾ ഏരിയ കണ്ടുപിടിച്ചിരിക്കുന്നു ½ BH അല്ലെ. അപ്പൊ ഇങ്ങനെയാണ് 30 60 90 45 45 90 വെച്ചിട്ടുള്ള നോർമലി നമ്മളോട് ടെസ്റ്റ് പേപ്പറിൽ അല്ലെങ്കിൽ നമ്മുടെ പരീക്ഷാ പേപ്പറിൽ നമ്മൾ കാണുന്ന ചോദ്യങ്ങൾ ഇങ്ങനെയായിരിക്കും. ഓക്കെ. അപ്പോ ഇനി നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് അടുത്ത ഒരു ഇക്വേഷൻ വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഒരു ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലം നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ഈ ചാപ്റ്ററിൽ. അപ്പൊ എന്താണ് ഇക്വേഷൻ എന്ന് നമുക്ക് നോക്കാം. ഇതൊരു സർക്കിൾ ആണ്. സർക്കിളിന്റെ ഒരു കോഡ് AB ആണെങ്കിൽ, എനി കോഡ് AB ആണെങ്കിൽ ആ കോഡ് സർക്കിളിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് സർക്കിളിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് C/2 ആണെങ്കിൽ, C എന്താ? സെൻട്രൽ ആംഗിൾ. നമുക്കറിയാം ഏതൊരു കോഡും അതിന്റെ സെന്ററിൽ മേക്ക് ചെയ്യുന്ന ആംഗിളിന് സർക്കിളിന്റെ സെന്ററിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ നമ്മൾ എന്ത് പറയും? സെൻട്രൽ ആംഗിൾ എന്ന് പറയും അല്ലെ. ഈ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും എന്ത്? സർക്കിളിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ. നമ്മൾ സർക്കിളിൽ പഠിച്ചതാണ്. സർക്കിളിന്റെ ഒരു തിയറമാണ്. എന്തായിരുന്നു സർക്കിളിന്റെ തിയറം? നമുക്കൊന്ന് ഓർമ്മിച്ചാലോ. ഒരു സർക്കിളിലെ ഒരു കോഡ് AB എന്ന് പറഞ്ഞ കോഡ് സർക്കിളിന്റെ സെന്ററിൽ മേക്ക് ചെയ്യുന്ന കേന്ദ്ര കോഡ് C ആണെങ്കിൽ അത് വൃത്തത്തിൽ മേക്ക് ചെയ്യുന്നത് എന്തായിരിക്കും? ഈ കേന്ദ്ര കോഡിന്റെ പകുതി ആയിരിക്കും. ഇത്രയും മെഷർമെന്റ് നമുക്ക് തന്നിട്ടുണ്ട് എങ്കിൽ നമുക്ക് ആ വൃത്തത്തിന്റെ അല്ലെങ്കിൽ ആ സർക്കിളിന്റെ ആരം, റേഡിയസ് എന്ത് ചെയ്യാൻ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ആരം കണ്ടുപിടിക്കുന്നത് നോക്കാം. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. AB = 2r sin C/2. എന്താ ഇക്വേഷൻ? AB = 2r sin. അപ്പൊ ഇവിടെ AB = 5 cm ആണെന്നിരിക്കട്ടെ. AB = 5 cm ആണെന്നിരിക്കട്ടെ. ഇവിടെ C/2 എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. 5 = AB എത്രയാ? 5. കോഡ് ലെങ്ത്, ഞാണിന്റെ നീളം. 5 = 2 × r അറിയില്ല. sin C/2 തന്നിട്ടുണ്ട്. sin ഇത് C, ഇത് C/2 കേട്ടോ. C/2 എത്രയാ? നേരിട്ട് തന്നിട്ടുണ്ട്. എത്രയാ? 30. അപ്പോൾ 5 = 2 × sin 30 എത്രയാ? sin 30. അതൊക്കെ കുറച്ച് വാല്യൂസ് നിങ്ങൾ കോമൺ വാല്യൂസ് കാണാതെ പഠിക്കണം. sin 30യുടെ വാല്യൂ എത്രയാ? 1/√2. sin 30 എത്രയാ? 1/√2 × r. ഇത് √2 ഉം 2 ഉം കട്ട് ചെയ്താൽ മുകളിൽ എന്ത് വരും? √2 വരും. സോ r = 5 × √2 ആണ്. അതിവിടെ കൊണ്ടുവന്ന് ഡിവിഷൻ ചെയ്തേക്കുക. 5/√2 cm. അപ്പോൾ ശ്രദ്ധിക്കുക, പരീക്ഷയ്ക്ക് ചോദ്യം വരും. ഒരു വൃത്തത്തിന്റെ ഞാണും തരും. ഒന്നുകിൽ കേന്ദ്രകോൺ തരും, അല്ലെങ്കിൽ വൃത്തത്തിലെ കോൺ തരും. കേന്ദ്രകോണാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിന്റെ പകുതി എടുക്കുക. നേരിട്ട് വൃത്തത്തിലെ കോണാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിന്റെ തന്നെ സൈൻ എടുക്കുക. അങ്ങനെയെങ്കിൽ എന്താ ഇക്വേഷൻ? കാണാതെ പഠിക്കൂ. AB = 2r sin C/2. എന്താ ഇക്വേഷൻ? AB = 2r sin C/2.
by 2. AB equal to 2r sin c by 2. AB എന്താണ്? ഞാണിന്റെ നീളം അല്ലെങ്കിൽ കോഡ് ലെങ്ത്. R എന്താണ്? വൃത്തത്തിന്റെ ആരം. sin c by 2 എന്താണ്? കേന്ദ്രകോണിന്റെ പകുതി, സെൻട്രൽ ആംഗിളിന്റെ പകുതി. സെൻട്രൽ ആംഗിൾ ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിന്റെ പകുതി എടുക്കുക. വൃത്തത്തിലുള്ളതാണ് തന്നിരിക്കുന്നതെങ്കിൽ അത് തന്നെയാണ് c by 2. അത് രണ്ടും മാറിപ്പോവാതിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ AB ഈക്വൽ ടു എന്താ ഇക്വേഷൻ? 2r sin c by 2. അപ്പോൾ എല്ലാവരും ഈ ഇക്വേഷനും അതുപോലെ 30, 60, 90 വെച്ച് ട്രയാങ്കിളിന്റെ പാരലോഗ്രാമിന്റെ പേര് കാണാനുള്ളതൊക്കെ ചെയ്ത് പഠിക്കുക. ഇനി ഒരു പാർട്ട് കൂടി എടുക്കുന്നതായിരിക്കും, ടാനും സൈനും കോസും ഒക്കെ കണക്ട് ചെയ്തെടുക്കുന്നതായിരിക്കും. അപ്പോൾ